സംവാദത്തിന് പൊതു ഇടത്തിൽ വരട്ടെ. ജോസിന്റെ കാല അവന്റെ കയ്യിലേ വാരിയറിയാൻ കാശുണ്ട്, അവൻ കളിക്കും. വേദി നമുക്ക് നിശ്ചയിക്കാം, പണം നമ്മൾ ചെലവഴിക്കാം, തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നടത്താം. എല്ലാവർക്കും എന്താന്ന് വെച്ചാൽ കൊടുക്കേ. കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ, എല്ലാം എന്റെ ചെലവ്. വരവ് ചിലവ് ഒക്കെ ഒത്തുപോയോ ഇല്ലേൽ പറയൂ എന്നാണ്. ചത്തോന്നറിയാൻ വന്നാണല്ലടാ. വരവ് ചെലവിന്റെ കണക്ക് ഇപ്പൊ ഇനി പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് എനിക്കറിയില്ല. എനിക്ക് വിശക്കടൂ, 7 ദിവസം ആഹാരം കഴിച്ചിട്ട്. നേർക്ക് നേർ വന്ന് എന്നോട് സംസാരിക്കാൻ പൊതുജനമധ്യത്തിൽ ഒരു വേദിയിൽ നിങ്ങൾ തയ്യാറുണ്ടോ? താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും. ഹോള് ബുക്ക് ചെയ്യും, ചെലവ് ഞാൻ നടത്തും. ചെലവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പേടിക്കണ്ട. ചെലവ് ഞാൻ നടത്തും. വരവ് ചെലവ് കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം ഒരു 23-24 രൂപയുടെ ഡിഫറൻസ് ആണ് വന്നത്. കൂടുതലല്ല കേട്ടോ, കുറവ്. അധികം ദേഹം ഇളക്കണ്ട. ഇളകാനൊന്നുമില്ല, എല്ലാ അവന്മാരടിച്ചിളക്കി. ചെലവ് ഞാൻ നടത്തും. ഏകദേശം ഒരു 23-24 രൂപയുടെ ഡിഫറൻസ് ആണ് വന്നത്. കൂടുതലല്ല കേട്ടോ, കുറവ്. നീ ഇമോഷണൽ ആവരുത്. പബ്ലിക് പ്രോഗ്രാമായിട്ട് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യും. പണച്ചെലവും എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു. അതും ഷമീർ ആപ്പ് വെച്ചതാണ്. നമ്മളത് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഒരു 100-130 രൂപ രജിസ്ട്രേഷൻ ഫീസ് മേടിച്ച് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അതും ഷമീർ ആപ്പ് വെച്ചതാണ്. നീയോ പ്രാന്തിയും കൂടി ഇത്രയും നാൾ തിന്ന് മുടിച്ചത് എന്റെ കാശ്. നീയും അവളും കൂടി ഇത്രയും നാൾ ഉടുത്തൊരുക്കി ചിങ്കരിച്ച് നടന്നത് എന്റെ കാശ്. അവസാനം നീ കാണിച്ച് തെണ്ടി തരത്തിന് ഓടിഞ്ഞത് എന്റെ കൈ, എന്റെ മൂക്ക്, എന്റെ തല. ഒരു 100-130 രൂപ രജിസ്ട്രേഷൻ ഫീസ് മേടിച്ച് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. അതും ഷമീർ ആപ്പ് വെച്ചതാണ്. ഏമാനെ നല്ലല്ലോ അന്ന് നീ എന്നെ വിളിച്ചത്. പണച്ചെലവും എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുത്തു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല.